പയ്യോളി ഈ ഭാഗത്തുകൂടി വാഹനങ്ങളൊക്കെ സൂപ്പറായിട്ട് തുറന്നു വിടുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ ഓരോ ചെറിയ ചെറിയ ടൗണുകളുടെ തിരക്കുകൾ അങ്ങനെ കുറയുന്ന കാഴ്ച നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ സ്നേഹിതന്മാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ NH-66 ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ ഞാനത് നമ്മുടെ വടകര റീച്ച്, കോഴിക്കോട് വടകര റീച്ചിൽ തിക്കോടി ഭാഗത്താട്ടോ. ഇന്നത്തെ വീഡിയോ തിക്കോടി ഭാഗത്തെ കാഴ്ചകളും അതുപോലെ പയ്യോളി ഭാഗത്തെ കാഴ്ചകളുമാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ എല്ലാ വർക്കിൻ്റെ വിശേഷങ്ങളും കാണിച്ചു തരാം, ഏകദേശം ഫിനിഷിങ്ങിലേക്കാട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്താൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇതാണ് നമ്മുടെ തിക്കോടി ടൗണ്. ആ ഏരിയയിലുള്ള ആറുവരിപ്പാതൻ്റെ വർക്കൊക്കെ കണ്ടില്ലേ, ഫുള്ള് ഫിനിഷിങ്ങിലാണ്. പെയിൻറ്റിങ് ഒക്കെ കഴിഞ്ഞു. ഇനി ഈ റോഡിൻ്റെ ഈ ഭാഗത്ത് ലൈൻ മാർക്കിംഗ് ഉണ്ട്, അത് ഈ ഭാഗത്തൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ റിഫ്ലക്ഷൻ ബോർഡുകളൊക്കെ വെച്ച് തുടങ്ങി. ഇനി ലൈറ്റ് ഫിറ്റിങ് നടത്താനുണ്ട് കേട്ടോ അവിടെ. ഇതിൻ്റെ മുകളിൽ കൂടി ഇപ്പോൾ വാഹനങ്ങൾ പോകുന്നില്ല. അവിടെ എവിടെ ഒരു ബ്ലോക്ക് ഇവിടെ ഉണ്ട്. സർവീസ് റോഡിൻ്റെ വർക്കുകളൊക്കെ എന്തായി നോക്കാം. സർവീസ് റോഡിൻ്റെ വർക്കൊക്കെ ഫുള്ള് ഫിനിഷിങ് കേട്ടോ. ഡ്രെയിനേജിൻ്റെ വർക്കിൽ അവിടെയൊക്കെ പാച്ച് വർക്കുകളൊക്കെ അവിടെ കാണുന്നുണ്ട്. ആ ഭാഗത്ത് അവിടെ ആയിട്ട് ഇതുള്ളൂ. ബാക്കി സർവീസ് റോഡൊക്കെ ഫിനിഷിങ് ടാറിങ്ങൊക്കെ കഴിഞ്ഞ് റെഡി ആയിട്ട് വാഹനങ്ങളൊക്കെ ഉഷാറായിട്ട് പോകുന്നുണ്ട്. ഏതായാലും നമ്മുടെ വാഗഡ് ഇതിൻ്റെ ഇടയിലൊരു സംസാര വിഷയം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ വാഗഡ് വേറെ പണി ഒഴിവാക്കി വേറെ കമ്പനി കൊടുത്തു എന്നൊക്കെ, അതൊക്കെ വെറുതെ പറയുന്ന കേട്ടോ. വാഗഡ് തന്നെ ഇത് ഏകദേശം ഫിനിഷിങ് ഫൈനൽ ഘട്ടത്തിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ വർക്കുകൾ ഏകദേശം അവരവകാശപ്പെടുന്നത് 80% വർക്ക് കഴിഞ്ഞു എന്നാണ്. വടകര ടൗൺ ഏരിയയിലും അവിടെ നിന്ന് അങ്ങോട്ടൊക്കെ കേട്ടോ വർക്കുകൾ ഇനി കാര്യമായിട്ട് നടക്കാനുള്ളത്. വടകര വരെയുള്ള വർക്ക്, അതായത് വെങ്ങളം മുതൽ വടകര വരെയുള്ള വർക്ക് നമുക്ക് കണ്ടാൽ മനസ്സിലാകും. ഏകദേശം 80% തന്നെ കഴിഞ്ഞിട്ടുണ്ട്. 80% കഴിഞ്ഞെന്നൊക്കെ പറയുമ്പോൾ ഏകദേശം ഇനി ഒരു വർഷത്തിനുള്ളിൽ ഫിനിഷ് ആവുന്ന മട്ടത്തിലാണ് അവരുടെ കാഴ്ചപ്പാട്. അവരത് പറയുന്നുണ്ട്. ആളുകൾ പണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റോഡിൻ്റെ സൈഡിൽ കൂടി പാസ് ചെയ്തിരുന്ന ഏരിയകളാണ് അതൊക്കെ. ഈ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് കയറി വന്നിട്ട് ഇതിലേ ഇങ്ങനെ ഇറങ്ങിപ്പോകുന്ന അത് ആളുകൾ ഇപ്പോഴും ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചെറിയൊരു അണ്ടർപാസ് ബാക്ക് ഭാഗത്തായിട്ട് കാണുന്നുണ്ട്. ഇനിയിപ്പോൾ അതിലൂടെ യാത്ര പോകണം, എന്നാലേ ഇവർ ഇതൊക്കെ ഇവിടെ അടയ്ക്കുള്ളൂ. ആളുകൾ അതുവരെ പോയിക്കോട്ടെന്ന് വിചാരിച്ചിട്ട് തുറന്നു വെച്ചതായിരിക്കും കേട്ടോ. ഇവിടെ സർവീസ് റോഡൊക്കെ അത്യാവശ്യം നല്ല വീതി ഉണ്ടല്ലോ അല്ലേ. ഒരു 7 മീറ്റർ വീതി കാണുന്നുണ്ട്. ഏത് ഫുട്പാത്ത് അടക്കട്ടോ. ഒരു വലിയ വാഹനങ്ങൾ ഡ്രെയിനേജിൻ്റെ മുകളിലേക്ക് ഇറക്കിയാൽ വലിയ മറ്റൊരു വാഹനത്തിന് അങ്ങനെ സുഖമായിട്ട് പോകാം. പക്ഷേ ഡ്രെയിനേജുകൾ എത്രത്തോളം സ്ട്രോങ് ആണെന്നുള്ളത് കണ്ടറിയുന്നത് വേണം കേട്ടോ. ഒരു തിക്കോടി പഞ്ചായത്ത് ബസാർ, ഇവിടെ ഒരു അണ്ടർപാസ് വരുന്നുണ്ട്. അത്യാവശ്യം വീതിയിലൊരു അണ്ടർപാസ്, 4.5 മീറ്ററോളം ഹൈറ്റുള്ള ഒരു അണ്ടർപാസ്. കുഴപ്പമില്ല, അത്യാവശ്യം വലിയൊരു അണ്ടർപാസ് തന്നെയാണ്. അതിൻ്റെ അടിയിലുള്ള പെയിൻറ്റിങ് വർക്കുകളൊക്കെ ഇനി നടക്കാണ്ട്. ബാക്കിയുള്ള വർക്കുകളൊക്കെ ഫിനിഷിങ് കേട്ടോ. ആ ഭാഗത്ത് ലൈറ്റ് ഫിറ്റിങ്ങൊക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ. അത് കഴിഞ്ഞ പാടെ തന്നെ ഇവിടെ ഒരു പെട്രോൾ പമ്പ് വരുന്നുണ്ട് കേട്ടോ. അവിടെ ഒരു ഒഴിവ് ഇപ്പം നമ്മുടെ ആറുവരിപ്പാത അവിടെ സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കുന്നുണ്ടാകണം. ഇവിടെ വലത്ത് ഭാഗത്ത് കൂടി നമ്മുടെ വാഹനങ്ങളെ തുറന്നു കൊടുത്തിട്ടുണ്ട്. ഇവിടെ എക്സിറ്റ് എൻട്രിയോ എന്തെങ്കിലും ഉണ്ടാവുമോ അറിയില്ല. ഒന്ന് കൊടുക്കാൻ പറ്റിയൊരു ഏരിയ ആണ്. പക്ഷേ ആ ഭാഗത്ത് ഫുള്ള് അടച്ചു വെച്ചിട്ടുണ്ട്. ആ ഭാഗത്ത് സർവീസ് റോഡിൻ്റെ വർക്ക് എന്തായി നോക്കാം നമുക്ക്. കലിമത്തുരച്ച നൂറ് ഓക്കെ. ഇവിടെ സർവീസ് റോഡൊക്കെ ഫുള്ള് ഫിനിഷിങ് കേട്ടോ. ഫുള്ള് ഫിനിഷിങ് ആൻഡ് ഏരിയ ആണ്. ഇവിടെ
ലൈറ്റ് ഫിറ്റിങ്ങിനുള്ള സാധനങ്ങളൊക്കെ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇവിടെ ഈ ഏരിയ കഴിഞ്ഞാണ് ഇനി അങ്ങോട്ടേക്ക് മുൻഭാഗത്തൊക്കെ ഉള്ളത്. അതുപോലെ വളരെ കോൺഫിഡൻസോടു കൂടിയാണ് ഇപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ പോകുന്നത്. വാർത്താ ചാനലുകളിലൊക്കെ നമുക്ക് കാണുന്നത്, കാര്യങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 5-8 മാസം കൊണ്ട് ഏകദേശം ഒരു ചിത്രമാകുമെന്ന് വിചാരിക്കാം. ഇനി നമുക്ക് പയ്യോളി ഭാഗത്തേക്കുള്ള കാഴ്ചകൾ കാണാം. പയ്യോളി എത്തുന്നതിന് മുമ്പ് ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്, ഒരു മഹാശിവക്ഷേത്രം. ഇവിടെ കുറച്ച് വർക്ക് നടക്കാറുണ്ട് കേട്ടോ. ഇവിടെ കുറച്ച് വർക്ക് തന്നെ നമ്മുടെ ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകളൊക്കെ ഉള്ളൂ. സംഭവം റോഡൊക്കെ സ്ട്രക്ചർ ഉഷാറാണ്. ഫസ്റ്റ് ടാറിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ അതുപോലെ ചെറിയൊരു പാച്ച് വർക്ക് അവർ ടാറിങ് ചെയ്തതിന് ശേഷം ചെയ്യുന്നൊരു കാഴ്ച കാണുന്നുണ്ട്. നമ്മൾ പയ്യോളി ഫ്ലൈ ഓവറിൻ്റെ മുകളിലെത്തിട്ടോ. പയ്യോളി ഇവിടെ ഏകദേശം ഇത് കുറേ കാലമായി നമ്മുടെ ഈ ഫ്ലൈ ഓവറിൻ്റെ വർക്ക് ഇങ്ങനെ നടക്കുന്നു. പക്ഷേ ഇപ്പോഴാണ് മുകൾ ഭാഗമൊക്കെ ടാറിങ് ഒക്കെ കഴിഞ്ഞ് ഒക്കെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. 3 സ്പാനോളം കേട്ടിട്ടുണ്ട്. അവിടെ എക്സ്പാൻഷൻ വർക്കുകളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. 3-4 സ്പാനാന്ന് തോന്നുന്നു ഇവിടെ ഇട്ട്. എന്തായാലും അത്രയും ഭാഗം തന്നെ ഇട്ട് വലിയ കാര്യം. അവിടെ ഇതിൻ്റെ അടിയിലൊക്കെ പാർക്ക് ചെയ്യാനുള്ള ആ ഒരു സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും. അവിടെ അവിടെയൊക്കെ ഈ അപ്രോച്ച് റോഡ് ഈ ഭാഗം ഫുള്ള് മൊത്തം ടാറി കഴിഞ്ഞ് വൃത്തിയായിട്ട് അങ്ങനെ കിടക്കുന്നുണ്ട്. അവിടെ എക്സ്പാൻഷൻ വർക്കുകളൊക്കെ അവിടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പയ്യോളി ഈ ഭാഗത്തുകൂടിയ വാഹനങ്ങളൊക്കെ സൂപ്പറായിട്ട് തുറന്നു വിടുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ ഓരോ ചെറിയ ചെറിയ ടൗണുകളുടെ തിരക്കുകൾ അങ്ങനെ കുറയുന്ന കാഴ്ച നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ തിക്കോടി ഭാഗത്തൊക്കെ ഏകദേശം വർക്ക് ഫിനിഷ് ആയതുകൊണ്ട് അവിടെ ആറുവരിപ്പാതൻ്റെ മുകളിൽ കൂടിയൊക്കെ വാഹനങ്ങളൊക്കെ അങ്ങനെ പോകുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ടൗണുകളുടെ തിരക്കുകളൊക്കെ അങ്ങനെ കുറയുന്നതായിരിക്കും. പക്ഷേ അതിൻ്റെ ഇടയിലും ബുദ്ധിമുട്ടുന്ന കുറച്ച് ആളുകളുണ്ട് കേട്ടോ. കാൽനട യാത്രക്കാരൊക്കെ അവരൊക്കെ ഒരു അണ്ടർപാസിൻ്റെ അടുത്തേക്ക് പിടിക്കുന്നതിന് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കണം. 2.5 കിലോമീറ്ററൊക്കെ ചുറ്റി വളഞ്ഞിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഒരു ടൗണിൽ നിന്ന് ഇപ്പുറത്തെ ഭാഗത്തേക്ക് കിടക്കണമെങ്കിൽ. പണ്ടത്തെ അയൽപക്കക്കാരൊക്കെയാണ് ഇപ്പം ഒരുപാട് വിട്ടിട്ടാണ് അവരൊക്കെ താമസിക്കുന്നത് പോലെ തോന്നും കേട്ടോ. കാൽനടയാത്രക്ക് ബൈക്കാർക്ക് ഇത്തിരി പെട്രോൾ ചിലവായാലും വാഹനമുള്ളവർക്ക് ഇത്തിരി പെട്രോൾ ചിലവായാലും അതിലെ ചുറ്റി വരാം. അങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മുടെ ആറുവരിപ്പാത വന്നതിലുണ്ട്. പക്ഷേ ഇതുപോലുള്ളൊരു റോഡ് നമ്മുടെ കേരളത്തിലൂടെ കടന്നു പോകുന്നത് കാണുമ്പോൾ തന്നെ ഒരു അരല്ലേ. വികസനം വരണം, അതിൽ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ പിന്നീട് അവർക്ക് ഒരു ഏലായി അങ്ങനെ വന്നോളൂ കേട്ടോ. അപ്പോൾ അതാണ് നമ്മളെ പയ്യോളി മുകൾ ഭാഗത്തെ കാഴ്ചകൾ. ഇനി താഴത്തെ വർക്ക് എന്തായി നോക്കാം. നമുക്കവിടെ ക്രാഷ് ബാരിയർ വാർക്കാണ്ട് ഡിവൈഡർ ഇതൊക്കെ ഇവിടെ വെച്ച് വാർക്കുന്ന പരിപാടി കേട്ടോ. റെഡിമെയ്ഡല്ല, അവർ മെഷീൻ അല്ല അവിടെ എത്തിയിട്ടുണ്ടല്ലോ. വാർത്തുകൊണ്ട് വരുന്നുണ്ട് അല്ലേ. അവിടെ വാർത്തുകൊണ്ട് വരുന്നുണ്ട്. ആ ഭാഗത്തുനിന്ന് വർക്ക് ഇങ്ങനെ നടന്നു ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. വന്ദേ ഭാരത് അതാ പോണം. ഇതാണ് അടിയിലേക്കുള്ള കാഴ്ച. പയ്യോളി ബസ് സ്റ്റാൻഡ്, ഓട്ടോ സ്റ്റാൻഡ് ആൻഡ് ടാക്സി സ്റ്റാൻഡ് ഒക്കെ ഒരു സ്ഥലത്ത് തന്നെ അല്ലേ. വേറെ സ്ഥലമില്ലായിട്ട് എല്ലാവരും ഒരു ഭാഗത്ത് തന്നെ നിർത്തിയിട്ടേക്കുന്നു. ഇത്ര ആയിട്ടുണ്ട്, 20 അടിയോളം താഴ്ച ഉണ്ട് കേട്ടോ അവിടെ നിന്ന് അങ്ങോട്ടേക്ക്. ഏതായാലും പയ്യോളി കുറേ കാലം അങ്ങനെ വന്നതിന് ശേഷം നല്ലൊരു കാഴ്ച ഇപ്പോഴാണ് കേട്ടോ വീഡിയോയിൽ നല്ല പകർത്താൻ പറ്റിയൊരു കാഴ്ച. ഏതായാലും ഇനി അടിഭാഗത്തുള്ള കാഴ്ചകളോടുകൂടി ഏതായാലും നമുക്ക് അടിഭാഗത്തുള്ള കാഴ്ചകൾ കൂടി കാണിച്ചിട്ട് വീഡിയോ അവസാനിപ്പിക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ കക്കോടി അടിയിലുള്ള കാഴ്ചകൾ കേട്ടോ. ഇവിടെ ഞാൻ മുകളിൽ പറഞ്ഞ പോലെ 5 സ്പാൻ വരുന്നുണ്ട് കേട്ടോ. 5 സ്പാൻ്റെ ഗ്യാപ്പ് തന്നെ ഇത്ര ഒഴിവ് കിട്ടിയത് വലിയ ഭാഗ്യമാണെന്ന് കരുതാം കേട്ടോ. ഒരു 2-3 സ്പാൻ കൂടി കൊടുക്കാമായിരുന്നു. ഫുള്ള് ഒരു എലിവേറ്റഡ് ബ്രിഡ്ജ് തന്നെ ഇവിടെ ആക്കാമായിരുന്നു. പക്ഷെ ഇനി നോക്കിയിട്ട് കാര്യമില്ല കേട്ടോ. ഇപ്പം തന്നെ പാർക്കിങ് മൊത്തം നിറഞ്ഞു കഴിഞ്ഞു കേട്ടോ. മൊത്തത്തിൽ ആക്കിയിട്ടുണ്ടെങ്കിൽ ഉഷാറായിരുന്നു. പയ്യോളി പോലുള്ള ഒരു ടൗണിൽ ഒരുപാട് വാഹനങ്ങൾ കടന്നു പോകുന്നൊരു ഏരിയയാണ്. ഒരുപാട് വാഹനങ്ങൾ കടകളൊക്കെ ഉള്ള ഏരിയ ആയതുകൊണ്ട് പാർക്കിംഗ് ഒരുപാടുള്ള വരുന്നൊരു ഏരിയ കേട്ടോ. ഓക്കെ, അടിയിലുള്ള വർക്ക് ഇനി പെയിൻറ്റിങ് വർക്കുകളാണ്. ഇവിടെ നമ്മുടെ
ഗാഡറും അതുപോലെ നമ്മുടെ അപ്രോച്ച് റോഡും ജോയിൻ ചെയ്യുന്ന കോൺക്രീറ്റ് അതിൻ്റെ അടിയിലുള്ള തട്ടുകളൊന്നും എടുത്തിട്ടില്ലല്ലോ അല്ലേ. അങ്ങനെ നമ്മൾ പയ്യോളിയിൽ നിന്നും കുറച്ചുകൂടി മുന്നോട്ട് ഇങ്ങനെ പോകുന്നു വടകര ഭാഗത്തേക്ക്. അവിടേക്കുള്ള അവിടെ ഒരു പെട്രോൾ പമ്പ് വരുന്നില്ലേ, അതിൻ്റെ ഭാഗത്താണ് ഇനി കുറച്ച് വർക്കുള്ളത്. ബാക്കി ആ ഭാഗത്തൊക്കെ ഫുള്ള് 6 വരിപ്പാതയുടെ വർക്ക് കഴിഞ്ഞാട്ടോ. ഇവിടെ കുറച്ചൊരു ഏരിയ, ഒരു 100 മീറ്റർ ഏരിയ, അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ നമ്മുടെ വടകര ഭാഗത്തേക്ക് ഫുള്ള് വർക്ക് കഴിഞ്ഞൊരു കാഴ്ചയാണ് കേട്ടോ കാണുന്നത്. ഓക്കെ, മതിലെ അങ്ങനെ അവിടെ പോയൊക്കെ അവിടെ ഇതുവരെ വർക്ക് കഴിഞ്ഞതാണെന്ന് നോക്കാം. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന റോഡ് കണ്ടോ, ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടേക്കും വർക്ക് ഇവിടെ ബ്ലോക്കാട്ടോ. അപ്പം ഏതായാലും നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. അടുത്ത വീഡിയോ നമുക്ക് വടകര ഭാഗത്തേക്കുള്ള വീഡിയോ ചെയ്യാം. അത് മൊത്തം കാഴ്ചകൾ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ, ഇനി അഥവാ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതൊക്കെ ചെയ്താളിട്ടോ. ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു. ബൈ ബൈ.